RSS പ്രശംസയിലെ വിമർശനങ്ങൾക്കിടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്ന മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ്. രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നതോടെ മധ്യപ്രദേശിലേക്ക് മടങ്ങുമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് വഴിമാറുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നാണ് വിശദീകരണം. പി ആർ സുനിലുണ്ട് ഡൽഹിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തയുമായി. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ കോൺഗ്രസിന് ഒഴിച്ചുകൂടാനാവാത്ത മുഖമാണ്. 10 വർഷം, ഒരു ദശകത്തോളം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി. തീർന്നില്ല. ദിഗ്വിജയ് സിംഗിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് 5 വർഷത്തോളം, 5 തവണയായി നിയമസഭാംഗം, 2 തവണ ലോക്സഭാംഗം. മാത്രമല്ല കോൺഗ്രസിന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പറയുന്നത് ഇങ്ങനൊരു തീരുമാനം 2003 മറ്റോ ദിഗ്വിജയ് സിംഗ് എടുത്തിട്ടുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നു. 10 വർഷം ആ തെരഞ്ഞെടുപ്പിൽ മാറി നിന്നു. പ്രഗ്യാ സിംഗിനോട് ലോക്സഭയിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ പക്ഷേയെങ്കിലും രാജ്യസഭാംഗമായി തുടരുകയാണ്. പ്രഗ്യാ സിംഗ് ഈ ദിഗ്വിജയ് സിംഗിന്റെ ഈ തീരുമാനത്തിനും നേരത്തെ RSS വാഴ്ത്തലിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ദിഗ്വിജയ് സിംഗിനെതിരെ വലിയ വിമർശനമാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ RSSുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ദിഗ്വിജയ് സിംഗ് നടത്തിയ പ്രസ്താവന വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. RSSന്റെ സംഘടനാ മികവിനെ പുകഴ്ത്തിയായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ ആ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. ഏതായാലും അതിനൊക്കെ എതിരെയുള്ള വലിയ അതൃപ്തി കോൺഗ്രസിനകത്ത് പുകയുമ്പോഴാണ് ഏതായാലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു റിട്ടയർമെന്റ് ദിഗ്വിജയ് സിംഗ് പ്രഖ്യാപിക്കുന്നത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ മധ്യപ്രദേശിലെ മാത്രമല്ല ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖമാണ് ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്നത്. മധ്യപ്രദേശിൽ ദീർഘനാൾ മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗ്, ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ദിഗ്വിജയ് സിംഗ് അപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിയിലെ അതൃപ്തിയാണോ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇനിയൊരു ദളിത് പാർലമെന്റ് അംഗം വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി രാജ്യസഭാ കാലാവധി താൻ നീട്ടിച്ചോദിക്കുന്നില്ല എന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്. ഈ വരുന്ന ജൂൺ മാസത്തിലാണ് ദിഗ്വിജയ് സിംഗിന്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഇനി പാർലമെന്റിലേക്കില്ല എന്ന് ദിഗ്വിജയ് സിംഗ് പറയുകയാണ്. മധ്യപ്രദേശിലേക്ക് മടങ്ങുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇനി മധ്യപ്രദേശ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് വേണ്ടി ശക്തമായി അദ്ദേഹം നിലനിൽക്കുമോ അതോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അദ്ദേഹം മാറുമോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം. ഏതായാലും ദിഗ്വിജയ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിൽ ദിഗ്വിജയ് സിംഗിനെതിരെ അതൃപ്തിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ തുടർച്ചയിൽ തന്നെയാണ് RSSുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് നടത്തിയ പ്രസ്താവനയും വലിയ വിവാദമായതും പാർട്ടിയുടെ വലിയ എതിർപ്പിനുമൊക്കെ തന്നെ കാരണമായത്. ഏതായാലും ദിഗ്വിജയ് സിംഗ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ആവശ്യപ്പെടുന്നത് യുവാക്കളുടെ ഒരു കൂട്ടത്തെയാണ്, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു നേതൃത്വത്തെയാണ്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് താൻ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എന്നാണ്. ഏതായാലും ദിഗ്വിജയ് സിംഗിന് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ അറിയാൻ കാത്തിരിക്കാമല്ലോ. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.